സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പൗരോഹിത്യത്തെക്കുറിച്ച് ആണ്. പഴയ നിയമ കാലഘട്ടത്തിലെ പൗരോഹിത്യം ഈശോയുടെ വരവോടുകൂടിയുള്ള പുതിയ നിയമ കാലഘട്ടത്തിലെ പൗരോഹിത്യം, അങ്ങനെ രണ്ട് പൗരോഹിത്യത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നു. പഴയ നിയമവും പഴയ നിയമത്തിലെ പൗരോഹിത്യവും കടന്നുപോയി എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. പഴയ നിയമത്തിലെ പൗരോഹിത്യം ലേവായ പൗരോഹിത്യമാണ്. ലേവി ഗോത്രത്തിന് ദൈവം ദാനമായി നൽകിയ ഒരു ശുശ്രൂഷ ദൗത്യം. അത് അപൂർണതയുടെ ഒരു പൗരോഹിത്യമായിരുന്നു. അതിന് മനുഷ്യന് സമ്പൂർണമായ രക്ഷ നൽകുവാൻ സാധ്യമല്ലായിരുന്നു. കാലാകാലങ്ങളിലുള്ള പാപപരിഹാരത്തിനുള്ള ബലി അർപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ആ ശുശ്രൂഷയെ നാം കാണുന്നത്. പുതിയ നിയമത്തിലെ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തില് 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അതേക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ എബ്രായർക്കുള്ള ലേഖനത്തില് 7-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലും നാം കാണുന്നു. ആ രണ്ട് ബൈബിൾ ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ മെൽക്കിസദേക്ക് ശാലോമിന്റെ രാജാവാണ്. ശാലോം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ രാജാവ് എന്നാണ്. അതുപോലെ തന്നെ നീതിയുടെ രാജാവ് എന്നും അതിന് അർത്ഥമുണ്ട്. മെൽക്കിസദേക്കിന് എന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ മിസ്റ്റിക്കൽ ക്യാരക്ടറിന് ആരംഭമോ അവസാനമോ ഇല്ല, വംശാവലിയില്ല, മാതാവോ പിതാവോ ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ദൈവപുത്രന് സദൃശനാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. അപ്പോ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ മിശിഹായുടെ പൗരോഹിത്യം, സർവ്വശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനായ അഭിഷിക്തൻ എന്ന അർത്ഥമുള്ള മിശിഹ, ആ മിശിഹായുടെ പൗരോഹിത്യം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ അനുമാനിക്കാനും, അങ്ങനെ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ അഥവാ മിശിഹായുടെ പൗരോഹിത്യത്തിൽ രക്ഷകനായ ഈശോ മിശിഹായുടെ പൗരോഹിത്യത്തിലാണ് ഇന്ന് നാം പങ്കുചേരുന്നത്. പുരോഹിതന്മാർ പങ്കുചേരുന്നത് മിശിഹായുടെ പൗരോഹിത്യത്തിലാണ്. മിശിഹായുടെ പൗരോഹിത്യം മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള സമ്പൂർണമായ പൗരോഹിത്യമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം തറപ്പിച്ച് പറയുന്നു. അപ്പോ ആ പൗരോഹിത്യം ത്രിവിധ ദൗത്യമാണ് ഉൾക്കൊള്ളുന്നത്: വിശദീകരിക്കുക, പഠിപ്പിക്കുക, നയിക്കുക. ഈ 3 ദൗത്യങ്ങളാണ് പുരോഹിതന്മാർക്ക് ഉള്ളത്. ഉദാസകൾ പരികർമ്മം ചെയ്തുകൊണ്ട് മാമോദിസ മുതൽ വിവാഹം വരെയുള്ള 7 ഉദാസകൾ പരികർമ്മം ചെയ്തുകൊണ്ട് ജനങ്ങളെ വിശുദ്ധീകരിക്കും. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ വചനത്തിന്റെ സന്ദേശമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവികമായ സന്ദേശങ്ങൾ വിശുദ്ധ കുർബാനയോടുകൂടി മറ്റു ഉദാസകളോടുകൂടി അല്ലെങ്കിൽ വചനത്തിന്റെ വിവിധങ്ങളായ ശുശ്രൂഷകളിലൂടെ പഠിപ്പിക്കാനുള്ള ദൗത്യമാണ് പഠിപ്പിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഉദാസകൾ കൊണ്ട് വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം മനുഷ്യന് രക്ഷ നൽകുന്ന 2 മാർഗങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നയിക്കുക എന്നുള്ളത് പുരോഹിതന്റെ ദൗത്യമാണ്. നയിക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസത്തിലും ധാർമ്മികതയിലും അടിയുറച്ചു നിന്നുകൊണ്ട് ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം ആകുവാനും നമുക്ക് നൽകുന്ന വിശ്വാസത്തിന്റെയും
ധാർമ്മികതയുടെയും സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിച്ചു കാണിച്ചുകൊണ്ട് അതേസമയത്ത് അതിന് സാക്ഷികളായി മാറിക്കൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ആളുകളെ ദൈവജനത്തെ നയിക്കുക, ലോകമായുള്ള മുഴുവൻ മനുഷ്യരെയും നയിക്കുക, പരിപാലിക്കുക എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ 3 ദൗത്യങ്ങൾ വിശദീകരിക്കുക, പഠിപ്പിക്കുക, പരിപാലിക്കുക എന്നുള്ള, നയിക്കുക എന്നുള്ള 3 ദൗത്യങ്ങൾ ഈശോയുടെ ദൗത്യങ്ങൾ തന്നെയാണ്. ആ ദൗത്യങ്ങളാണ് പൗരോഹിത്യ വഴിയായി ഇന്ന് സഭയിൽ പുരോഹിതന്മാര് ഏറ്റെടുക്കുന്നത്. അത് ഏറ്റെടുത്ത് പൂർത്തിയാക്കുന്നതിലാണ് പൗരോഹിത്യത്തിന്റെ വിജയം. ഭൗതികമായ നേട്ടങ്ങളോ ലൗകികമായ നേട്ടങ്ങളോ നേടുന്നത് പുരോഹിതന്റെ ധർമ്മമല്ല. അത് ഒരുപക്ഷെ പുരോഹിത ശുശ്രൂഷയോട് ചേർന്ന് നമുക്ക് പുരോഹിതന്മാർക്ക് ചെയ്യാൻ കഴിയും, അതിന് തെറ്റുണ്ടാവുകയില്ല. പക്ഷേ മുഖ്യമായ ധർമ്മം അതല്ല. മുഖ്യമായ ധർമ്മം ഇത് തന്നെയാണ്. ആത്മരക്ഷയിലേക്ക് നയിക്കുന്ന ത്രിവിധ ദൗത്യങ്ങൾ വിശദീകരിക്കുക, പഠിപ്പിക്കുക, അതുപോലെ തന്നെ നയിക്കുക. അപ്പോൾ അതിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് പൂർത്തിയാക്കുന്ന, ഈശോയോട് ചേർന്ന് നിൽക്കുന്ന, സഭയോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷകരാണ് പുരോഹിതന്മാർ എന്ന് ഇന്ന് പറയേണ്ടിയിരിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം വെച്ച് നോക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥം ആഗമനം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കൺക്ലൂഷനിലേക്കാണ് നാം കടന്നു വരുന്നത്. അത് മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇന്ന് പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യണം, പുരോഹിതന്മാർ ജീവിക്കണം. അതുപോലെ തന്നെ അവരുടെ ശുശ്രൂഷ ആ വിധത്തിൽ ജനങ്ങൾ ഏറ്റുവാങ്ങണം. അങ്ങനെ ദൗത്യം നിർവഹിക്കുന്ന പുരോഹിതന്മാരോട് ചേർന്ന്, സഭയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആത്മരക്ഷ ലോകത്തിൽ ഉറപ്പാക്കുവാനും എല്ലാ ജനങ്ങളും തയ്യാറാകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഉദ്ബോധിപ്പിക്കുന്നു. താങ്ക് യു.